ദുരിതാശ്വാസ നിധിയെപ്പറ്റി അത് ചെലവാക്കുന്നതിനെപ്പറ്റി രണ്ട് വാക്ക് പറയുന്നത് മാപ്പാക്കണം. കാരണം ഇതൊന്നും പറഞ്ഞു പോകാത്ത വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ. നമുക്കറിയാം ഈ ഫണ്ടിലേക്ക് ബാങ്ക് വഴിയാണ് പണം വരുന്നത്. എത്ര പണം വരുന്നു എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ട്. അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എത്ര തുക വേണം, എത്ര കോടി രൂപ വേണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ധാരാളം ആളുകൾ ഇപ്പോൾ വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ശരി, അതൊരു നല്ല ആശയമാണ്. ഈ ടൗൺഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ പുനരധിവാസത്തിന് കർണാടക സർക്കാർ 100 വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വകയായിട്ട് 100 വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. KPCC അതിനോട് സഹകരിക്കാം, കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്വകാര്യ ഏജൻസികൾ, വ്യക്തികൾ അവരുടെ വാഗ്ദാനം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 140-150 വീടുകളോളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ 150 ഏക്കർ സ്ഥലം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കണം. ഈ വാഗ്ദാനങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എത്ര വീടാണ് വേണ്ടത്, എത്ര സ്ഥലമാണ് അതിന് വേണ്ടത്, 5 സെൻറ്റാണോ 10 സെൻറ്റാണോ കൊടുക്കേണ്ടത്. കൃഷിഭൂമിയൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്, അവിടെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ എത്ര സെൻറ്റിലായിരിക്കണം ഒരു വീട് വെക്കേണ്ടത്? ഒരുപക്ഷെ ധാരാളം അംഗങ്ങൾ ഒരു ചെറു വീട്ടിൽ കഴിഞ്ഞവരുണ്ടാവും. അവർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 2 വീട് വെച്ചു കൊടുക്കണമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നഷ്ടപരിഹാരം, മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരം, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ, അങ്ങനെ ധാരാളം ചെലവുകൾ, അല്ലെങ്കിൽ എല്ലാ ജീവനോപാധികളും നഷ്ടപ്പെട്ട വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ഇനി ജീവിക്കാനുള്ള ഒരു മാർഗം, ഇതിനെക്കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പണം സ്വീകരിക്കേണ്ടത്. ആവശ്യത്തിനപ്പുറത്തേക്ക് പണം സ്വീകരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതൊരു ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു ഉപായമായി നമ്മൾ കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പരാതികൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ സിനിമാ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. വലിയ തോതിൽ ആളുകൾ ഫണ്ടിലേക്ക് പണം കൊടുക്കുന്നുമുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് അത് കൂടുതൽ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യവുമില്ല. ആ ഫണ്ട് നമുക്ക് കൃത്യമായിട്ട് പരാതി കൂടാതെ ആവശ്യക്കാർക്ക് മുഴുവൻ പ്രയോജനകരമായ രീതിയിൽ ചെലവഴിക്കുന്നതിന് സാധിക്കും. അതായത് പറഞ്ഞത്, ഫണ്ടിൻ്റെ സ്വീകരണത്തിലും അതിൻ്റെ ചെലവഴിക്കലിലും കൃത്യമായ സുതാര്യത വേണം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പാർലമെൻറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാർ കേരളം നാട് നീളെ കിടന്ന് ഇരക്കുകയാണ്, പിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞെന്ന് വരാം. പിന്നീട് അപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചിട്ട് കാര്യവുമില്ല. മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഇത് നാട്ടുകാരൻ്റെ പൈസയാണ്, അവർ തരുന്നതാണ്. വീടുകൾ വെച്ച് തരുന്നതൊക്കെ നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് തന്നെയാണ്. വ്യക്തികളെ തരുന്നത് മറ്റൊന്നായിരിക്കാം, അത് അല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഈ പണം ചെലവഴിക്കുന്നതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഈ ക്യാപ്റ്റനാകാനും വയനാടിൻ്റെ രക്ഷകൻ ചമയാനൊന്നും ആരും വന്നേക്കരുത്. ഇതുണ്ടല്ലോ, ഈ ദുരന്തത്തിൽ മരിച്ചുപോയ പാവപ്പെട്ട ആളുകളുടെ ആത്മാക്കളെ പോലും വേദനിപ്പിക്കുന്നതായിരിക്കും. അവസാനമായിട്ട് ഒരു കാര്യം തെര്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഈ വീഡിയോയിൽ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിദൂര ചിന്ത പോലും ഇല്ല. അതുകൊണ്ട് ഈ ദുരന്ത നിവാരണ നിയമം, അതിലെന്തൊക്കെയോ ചില വ്യവസ്ഥകളുണ്ടെന്നാണ് പറയുന്നത്. അതനുസരിച്ച് ഈ പാവപ്പെട്ടവൻ്റെ പേരിൽ കേസെടുക്കുകയോ പിടിച്ച് അകത്തിടുകയോ ചെയ്യരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. തിരക്കാണെന്നറിയാം പുനരധിവാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരിതാശ്വാസം. അതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ എന്തെങ്കിലും പരാതി, വിമർശനം ഉന്നയിക്കുന്നവരെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള തിരക്കുണ്ട്. ഇതിനിടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അതായത് ഈ ദുരന്തം സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ സുരേഷ് ഗോപിയെ ഏൽപ്പിക്കണം, നമ്മുടെ കേന്ദ്രമന്ത്രി. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം.
എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ കഷ്ടപ്പാടുകൾക്ക് ചെറിയ ശമനം ഉണ്ടായേക്കും. അതുകൊണ്ട് തിരക്കിനിടയിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ഇതുപോലൊരു മലയിടിച്ചിലുണ്ടായി ദുരന്തം സംഭവിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളും ചേർക്കാൻ മടിക്കരുത്.